കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ടീമിനെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാ. എല്ലാം കേൾക്കുന്നുണ്ട്. ആ ശരി ഓക്കെ വെച്ചോ. അങ്ങോട്ട് കേൾക്കുന്നു. എവിടെ? അല്ല അങ്ങോട്ട് കേൾക്കുന്നു. അങ്ങോട്ട് തിരിച്ചു വെച്ചേക്ക് ബോക്സ്. ഞാനിത് തന്നെ കാണിക്കൂ. എന്താ ഇതന്നെ ഇവിടെ പൈസ ഇടാൻ വേണ്ടിയുള്ള പെട്ടിയാണോ? എന്റെ പൊന്നു സുഹൃത്തെ, 2500 വാട്സ് സൗണ്ട് വേണമെന്ന് പറഞ്ഞോ. ഇയാൾക്ക് ഞാൻ പൈസ തന്നെ അങ്ങോട്ട് വന്നത് ആണ്. എന്നെങ്കിൽ മാത്രമേ ഈ മൈതാനം മുഴുവൻ എല്ലാ ആൾക്കാരും കേൾക്കത്തുള്ളൂ. ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോകുന്നത്? ഇവിടെ സംഭവം നടക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും ഓൾറെഡി പെണ്ണുങ്ങളുടെ ചിലപ്പോൾ കാണുമല്ലോ ഇവിടെ. അതെ. എത്ര 2000 കൊണ്ടുവച്ചാലും എത്ര 5000 വാട്സ് കൊണ്ടുവച്ചാലും അതിന്റെ വെളി പോകത്തില്ല. അതിന്റെ മുങ്ങിപ്പോകുന്നു. പടപടന്ന് കാര്യങ്ങൾ സെറ്റ് വയറ് കാണുമോ? അത് കളിയൊന്നും തുറക്കട്ടെ. അത് പ്രതീക്ഷിച്ചില്ല ഞാനും വന്നേക്കുന്നത്. അതുപോലെ ആ മൈക്കിങ് കണക്കി. ഹലോ പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഈ നാടിന്റെ പൊന്നോമനകളായ കുടുംബശ്രീയുടെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആണുങ്ങളും ചേർന്ന് വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഈ മൈതാനത്തേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുകയാണ്. ബാക്കി പാട്ടിട്ടെ ബാക്കി ഗേറ്റിംഗ് വെച്ചേരാ. എല്ലാ കാര്യവും നീ സെറ്റായിട്ടല്ലേ വന്നേക്കണം. പേടിയുണ്ട്. നീ പേടിക്കാനായിട്ട് കള്ളിയങ്കാട്ട് നീലിനെ കാണാനല്ലോ നീ ഇവിടെ വന്ന്. നിന്റെ കാമുകി ഇവിടെ ഒരു അവളെ കാണാനല്ലേ? അവളെ വിളിച്ചോണ്ട് പോകാനല്ലേ? നമ്മളെ വിളിച്ചോണ്ട് പോകണം. എടാ, കാഞ്ചനമാലെ മൊയ്തീനെ മാത്രമേ എനിക്ക് ഒരുമിപ്പിക്കാൻ പറ്റാതെ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രേമ കേസുകെട്ടുകളും ഞാൻ ഒപ്പിച്ചു കൊടുക്കും. അതാണ് ഞാൻ മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, അവളിവിടെ വരിക, നിങ്ങൾ അവളെ കൊണ്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ. സാധനം മേടിച്ചാൽ എനിക്ക് സാധനമൊക്കെ സെറ്റാക്കി. ഈ കളി കഴിഞ്ഞാൽ അപ്പോഴേ കൊണ്ടുവരും. ഇവിടെ വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നീ അവളെ മുക്കി കൊണ്ട് പോയിരിക്കും. ഹലോ, കളി കാണാൻ വന്നതല്ലേ? മാറി. പിന്നെ എപ്പോ തുടങ്ങും ഇത്? ഇതുകൊണ്ടോ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? 6 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങുന്നതായിരിക്കും. അതെല്ലേ? ഇതിന്റെ പരിപാടി നിങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു കാണാൻ വേണ്ടിട്ട്? ഇല്ല, ഞങ്ങൾ ഇവിടെ ഒരു സാധനം പൊക്കാൻ വേണ്ടി വന്നാ. എന്നാ പൊക്കാൻ വേണ്ടി? ഇവന്റെ ഒന്നുമില്ല. നമ്മൾ കളി കാണാൻ വേണ്ടി വന്നാ. എന്റെ സംഭവം എന്ന് വെച്ചാൽ പറ. നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോ കളി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. അല്ലേ വേണ്ട, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ. എപ്പോ തുടങ്ങും കളി? ഇപ്പൊ തന്നെ ഒന്നും കൂടെ ക്വാർട്ടർ എടുക്കണം. അടിച്ചിട്ട് അതല്ല, ക്വാർട്ടർ ഫൈനലാണ് മത്സരം. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഫുട്ബോൾ കളി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അതിന് ആദ്യമേ ആണുങ്ങളെ വിളിക്കണം, പെണ്ണുങ്ങളെ വിളിക്കണം. പെണ്ണുങ്ങളെ വിളി. ഇത്രയുള്ള നിക്കറൊക്കെ ഇട്ടോണ്ട്. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ടീമായ നമ്മുടെ നാടിന്റെ പൊന്നോമനകൾ, കുടുംബശ്രീയുടെ പൊന്നോമനകൾ, നമ്മുടെ സ്ത്രീ കരുത്ത്, അവരെ ഞാൻ ഈ വേദിയിലേക്ക് അല്ല നമ്മുടെ മൈതാനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും സെറ്റല്ലേ? സത്യം പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ഫുട്ബോൾ കളി മത്സരം കാണാൻ വേണ്ടി ഈ നാട് മുഴുവൻ ഇഴഞ്ഞു കുഴഞ്ഞു മറന്നു നിൽക്കുകയാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ചേച്ചിയോട് ഈ വക്ക കാണിക്കാന്ന് പറഞ്ഞേ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേച്ചി ഈ ഫുട്ബോൾ കളിക്കാരി വരാന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ആ ഡാൻസ് കളിക്കോ? അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സാധനം ഒന്ന് കാണിക്കുവാണെന്ന് രസമായിരിക്കും. പാട്ട് നിട്ടേ. സൂപ്പർ. ഇത് കാലൊക്കെ കേട്ടോ. എന്നാലും ശരി, നിങ്ങളുടെ കൂടുതലാണ് നമ്മുടെ നാട്ടുകാർ മുഴുവനും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് വേറെ രാജ്യത്ത് ആരാണ്ട് ഇറക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങ് മേടിച്ചായിരുന്നു. എന്നിട്ട് അവരെന്തേ? പുള്ളിക്കാരി നിക്കറാണോ പാൻറ്റാണോ? ഓണ്ട വേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരുടെ പേര്, പുള്ളിക്കാരി എവിടുന്നാണെന്നുള്ള കാര്യം അറിയണമല്ലോ. സുഡാനി ഫ്രം ഇറാനി. ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ നാട്ടിൽ പാൻറ് മതിയായിരുന്നു. ഒന്നും മാറുന്നില്ലാവേ. ഏതായാലും നിങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും. നിങ്ങളെല്ലാം സെറ്റ് ആണല്ലോ. കാര്യങ്ങളെല്ലാം പതൊക്കെ നിങ്ങൾ മാറി നിങ്ങളുടെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. വെള്ളം കൊടുക്കും. പടപടെ കാര്യങ്ങൾ നടത്തും.
എടാ നീ ഞാനല്ലേ പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ വിട്ടു തന്നാ പോരെ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇത്രയും കുടിക്കല്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ കുടിച്ചാലൊന്നും പ്രശ്നമില്ല, നീ വന്നേ. ഞാൻ ചുമ്മാ വെൽ പ്ലാനിങ്ങുമായിട്ട് നടക്കുള്ളൂ, അറിയാമോ? എന്താണ് നിന്റെ പ്ലാൻ? അത് നീ പറ. എങ്ങനെ ഈ കഴിഞ്ഞ ഒപ്പം കൊണ്ടുപോണ ഇവിടെ നിന്ന്? ഈ പ്ലാൻ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതുപോലെ അങ്ങ് ചെയ്യുക. പിന്നെ നിന്റെ മയക്കി പിടിക്കാൻ വേണ്ടി നിൽക്കുമല്ലോ ഞാനിത്. നീ പിടിച്ചറാവരുത്. ഇതോട് പിടിച്ച ഐഡി മറ്റേതാണ് ഞാൻ. സംഭവം എന്ന് പറഞ്ഞാൽ വട്ടത്രയിലെ സുകുമാർ ഒരു കാര്യം പറയണോ, വട്ടത്രയിലെ സുകുമാരന്റെ മകളല്ലേ, അവളെ വിളിച്ചോണ്ട് നീ നേരെ തിരുവനന്തപുരത്ത് അവളെയും വിളിച്ചോണ്ട് നീ നേരെ തിരുവനന്തപുരത്ത് പോവുക. അവിടെ ഞാനൊരു റൂം പറഞ്ഞിട്ടുണ്ട്. ആ റൂമിൽ നിങ്ങൾ 2 ദിവസം അവളെ കൊണ്ട് ഒളിവിൽ താമസിക്കാം. മനസ്സിലായോ? അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നാട്ടുകാർ ഞങ്ങളെല്ലാം കൂടി ഇടപെട്ട് ആ കല്യാണം നടത്തി തരും. മനസ്സിലായോ? അവിടെ അച്ഛൻ എത്ര ചെറ്റയാണെന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു. ഇത് പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്മിലല്ലാതെ ഈ കാര്യം മറ്റാരും അറിയരുത്. അറിയരുത് ഇങ്ങോട്ട് തന്നടാ. നിങ്ങൾ ഇത് ആരെ അടിച്ചോണ്ട് പോണ ആരി? അതെന്നാ പരിപാടിയാ കാണിച്ചത് നീ? ഞാൻ നിന്നോട് പറഞ്ഞില്ല ആരോട് ഇത് പറയില്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ പറയാതെ എങ്ങനെ സമനം പറഞ്ഞു? ഏത് പെണ്ണിനെ അടിച്ചോണ്ട് അത് നീ ഇത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ ഞാനിത് റെഡിയാക്കി തന്നെ പറഞ്ഞു എങ്ങനെയാണ് പോയത്? എനിക്ക് ഒരു തന്ത്രമില്ല. ഞാൻ ആർക്കും നീ പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഇവർ എങ്ങനെ അറിയണം? ഞാൻ പറഞ്ഞിട്ടില്ലടാ. പെണ്ണ് കേസാണ്, നിസ്സാര കേസല്ല. നിന്നെ വിശ്വസിച്ചില്ലടാ ഞാൻ വന്നത്. ഏതാന്ന് വിളിക്ക്. ആണുങ്ങളുടെ ടീമിനെ വിളി. അപ്പൊ നിങ്ങൾ ഓക്കെ ഉള്ളൂ? പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പോരാടുന്ന ഫുട്ബോളുകൾ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആൺപടകൾ, നമ്മുടെ നാടിന്റെ ആൺകുതിരകൾ, നമ്മുടെ പുരുഷ ഇനി വാശിയേറിയ ഫുട്ബോൾ കളി മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വന്നിട്ടുണ്ട്. എന്റെ പുന്നളിയാ, മ്ലായൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ പിടിച്ച് അകത്ത്. നീ എന്നെ പറയുന്നേ ഇറക്കണ്ടേ വണ്ടി കിടന്ന്? മ്ലാവിനെ ഇവിടെ അറക്കല്ലെന്ന് നീ എന്താണ് പറയുന്നത്? ബ്ലാവല്ലെന്ന്, മറ്റേ വെള്ളമായിട്ടുണ്ട്. വെള്ളക്കാരനത്തെ മ്ലാന്ന് എഴുതിക്കൊണ്ട് ഒരു പുള്ളി. അത് MLA എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ പുള്ളി വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഫുട്ബോൾ കളി മത്സരം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന MLA ഈ മൈതാനത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചാണ് അദ്ദേഹം നമ്മുടെ ഈ നാട്ടിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. സാർ, ഹലോ. ചുമയും കൊരയൊക്കെ ആയിരുന്നേ വരണ്ടായിരുന്നു. ഇത് ചുമയല്ല, ഇതൊരു തുടക്കമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് വരാൻ തീരെ സമയമില്ലായിരുന്നു. അത് ചുമ്മാതെ അതെങ്ങനെ പറയാറുള്ളൂ. അമേരിക്കയിൽ വെച്ച്, കൊറേഷ്യയുമായിട്ട്, മലേഷ്യയിൽ വെച്ച്, സിംഗപ്പൂരിൽ വെച്ച്, ലണ്ടനിൽ വെച്ച് ഒരു ഫൈനൽ നടക്കുകയാണ്. അതിന്റെ ട്രോഫി കൊടുക്കുന്നത് റോമിലാണ്. അതിന്റെ ഒരു മത്സരം കാണാൻ വേണ്ടി എനിക്ക് ജർമ്മനി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ഇവിടെ പറയാൻ കാര്യം, ഇത്രയും രാജ്യങ്ങൾ പോയെന്ന് ആൾക്കാരെന്ന് അറിയണ്ടേ. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കളിക്കാൻ പോകുന്നത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഈ മത്സരത്തില് സ്ത്രീകളുടെ ദേഹത്ത് സ്റ്റമ്പ്, ബാറ്റ് ഒന്നും കൊള്ളാതെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്. പറയുന്നത് അത് ക്രിക്കറ്റ് കളി, ഇത് ഫുട്ബോൾ കളിയാണ്. അത് എനിക്കറിയാം. ഫുട്ബോളിനെ പറ്റി 2 വാക്ക്. ഫുട്ബോളിനെ കുറിച്ച് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 22 പേര് ഒരു ഗോളിന് വേണ്ടി, ഒരു ബോളിന് വേണ്ടി പുറകെ ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ സർക്കാർ ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. 22 പേർക്കും ഒരേ ബോൾ വെച്ച് കൊടുത്തിട്ട് ഈ കളി ഒരു വളരെ വാശിയേറിയ മത്സരമാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളുടെ സർക്കാർ ചെയ്യാൻ പോകുന്നത്. സാർ, അതുകൊണ്ട് നമ്മുടെ ഇവർക്ക് വേണ്ടി പ്രചോദനത്തിന് വേണ്ടി നമ്മുടെ IN വിജയനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. സാർ, IN വിജയനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആകാശത്തിലെ പറവകൾ, ശാന്തം എന്നീ സിനിമകളിലൊക്കെ വളരെ ഗംഭീരമായ ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു മഹത് നടനാണ് IN വിജയൻ. അതല്ലെന്ന് ഫുള്ളി ഫുട്ബോൾ കളിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. കലാഭവൻ മണിയുടെ കിസാൻ എന്ന ചിത്രത്തിൽ അവരെ ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ IN വിജയനാണ് വന്നതെന്നും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതല്ല, പുള്ളി കളിക്കുന്ന ഫുട്ബോളിനെ പറ്റി പറയാന്. IN വിജയൻ ഫുട്ബോൾ കളിക്കായിരുന്നു. അറിയത്തില്ലേ? ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം IN വിജയനെ പറ്റി അറിയത്തില്ല. പിന്നെ താനെ ആരാ MLA ആക്കി? അങ്ങോട്ടെങ്ങനെ പോകും? പ്രിയമുള്ളവരെ, ടീമിൽ ഉണരുവിൻ. ഇനി ഒന്നും നോക്കാനില്ല, നമ്മുടെ വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ആരംഭിക്കാൻ പോകുകയാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് 2 ടീമും പരസ്പരം പരിചയപ്പെടാം.
എന്റെ പേര് സജീവ്. എന്റെ പേര് മുന്ന. എന്റെ പേര് ഷീല. മുന്നേ കണ്ടിട്ടുണ്ട്. ഇതെന്നെ സുഭാഷ് പാർക്ക്. തനിക്കൊക്കെ കാമുകനും കാമയോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കാനല്ല പറഞ്ഞത്. പരിചയപ്പെടാൻ പറഞ്ഞല്ലോ. ഇവിടെ അങ്ങനെ പരിചയപ്പെടാൻ ഇത് കളിയുടെ ഒരു നിയമമുണ്ട്, അത് പറഞ്ഞു കൊടുത്തല്ലേ. ആണോ? ഇനിയിപ്പോ കളി ആരംഭിക്കാം. ഓക്കെ, പാട്ടിട്ട് വിടാം അങ്ങോട്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ പൊന്നോമനകളായ പെൺകുതിരകൾ നമ്മുടെ നൈജീരിയയുടെ മണിമുത്ത് നമ്മുടെ വെട്ട വിളിച്ച് അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഒരു ഗോള്. അപ്പോൾ ഈ മത്സരത്തിന്റെ ഒന്നാം വിജയായി നമ്മുടെ കുടുംബശ്രീയുടെ പണിമുത്തുകളെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുകയാണ്. അവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് MLA ക്ഷണിച്ചു കൊള്ളുന്നു. എവറോളിംഗ് ട്രോഫിയാന്ന് പറ. പറയണം അങ്ങോട്ട്. എവറോളിംഗ് ട്രോഫിയാണ്. 5 വർഷത്തിലുള്ള എവറോളിംഗ് ട്രോഫി നൽകുന്നതിന് വേണ്ടി MLA ക്ഷണിച്ചു കൊള്ളുന്നു. 5 വർഷത്തേക്കുള്ള ട്രോഫിയാണ് കേട്ടോ. ഓരോ വർഷം ഓരോരുത്തർ വീട്ടിൽ വെക്കും. എന്റെ വീട്ടിൽ ആദ്യം എന്റെ വീട്ടിലാ. ഞാൻ ഓടി കളിച്ചത്. എത്ര എന്തോന്ന് പറഞ്ഞാൽ നീ കാണിച്ചു മോശം. ആൾക്കാരെ എനിക്ക് പ്രശ്നമല്ലാതെ നിന്നെ കൊണ്ടുവരണ്ടേ? എന്നെ കൊണ്ടുവരണ്ട. ഈ നാട്ടുകാരെ മുഴുവൻ നീ അറിയിച്ചില്ല ഈ കേസ്. നീ ഒരു പെണ്ണിനെ കുറിച്ച് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു ചെയ്യല്ലേ മര്യാദ എന്നെ നാളെടുത്തി കഴിഞ്ഞാൽ എന്നെ വൃത്തിയാണ് കാണിച്ചത്. താനീ തല്ലിപ്പൊട്ടിച്ചിട്ടിരിക്കുന്ന എന്നാണെന്ന് എവറോളിംഗ് ട്രോഫിയാ. ഓരോ വർഷവും ഓരോ ദിവസവും ഓരോരോ പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ള എവറോളിംഗ് ട്രോഫിയാണ് നിങ്ങൾ ഒറ്റയടിക്ക് തല്ലിപ്പൊട്ടിച്ച് അറിയോ? അയ്യോ ഞാൻ വേറൊരു ഇതായിപ്പോയി. എവറോളിംഗ് ട്രോഫി ഓരോ വർഷവും ഓരോരുത്തരുടെ വീട്ടിലാ. പിന്നെ പെണ്ണുങ്ങളുടെ വീട്ടിലാ നടക്കണ കേസുമല്ല പറ. പിന്നെ പെണ്ണുങ്ങൾ അതിന് മതി കുത്തിച്ചാകാനായിട്ട്. ഇങ്ങോട്ട് വന്നേ, ഒരു പീസ് പിടിച്ചേ. ഒരു പീസ് ഇന്ന് എടുത്തോ. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ പീസ് ഇരിക്കട്ടെ. അങ്ങനെ ഈ പ്രശ്നത്തിനുള്ളിൽ വിട്ടോ വിട്ടോ. മൈക്കിന്റെ പൈസ തരണം. മൈക്കിന്റെ പൈസ നിന്നെ കൊണ്ടുവരണ്ടായിരുന്നു. നീ ക്ഷമിക്കേ. ഏതായാലും ഇത് നാട്ടുകാർ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ. ഇനി വേറെ ആരും അറിയാത്ത രീതിയിൽ ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്ത് തരാം. കാരണം ഞാൻ ഏറ്റുപോയ ഒരു സംഭവം. ഇതൊന്ന് പിടിക്കാവേ. ഓട്ടോയ്ക്ക് അത് കൊണ്ടുവരണം. പ്ലാൻ വേണം. സംഭവം നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തല്ലേ റൂം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ അത് മാറ്റിയിട്ട് ഞാൻ എറണാകുളത്താക്കിയിട്ടുണ്ട്. പകല് നടക്കൂല, രാത്രിയിലേ ഉള്ളൂ. രാത്രി ഞാൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾ രണ്ടിനും കൂടെ വിടും. നിങ്ങൾ എറണാകുളത്ത് ഒരു റൂം എടുത്ത് 2 ദിവസം അവിടെ ഒളിവിൽ താമസിക്കണം. എങ്ങനെയാലും ഇറങ്ങി കിട്ടിയാൽ എങ്ങനെയാലും അവിടെ വീട്ടുകാർ അറിഞ്ഞിട്ട് കല്യാണം നിങ്ങൾ നടത്തി തരും. ദയവ് ചെയ്ത് ഇത് വേറെ ആരും അറിയരുത്. അതെ, ഇവിടെ ഇത്ര രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ആരെയും നാട്ടുകാർ എങ്ങനെയാണ് അറിഞ്ഞ? അതില്ല.